സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കാത്ത ഒരു സർക്കാരും ഇനി അധികകാലം മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് ലോകമെമ്പാടും നടക്കുന്ന ഈ ജൻസി പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയെ നിലയ്ക്ക് നിർത്തേണ്ടത് അനിവാര്യമാണ്. മെറ്റയും ഗൂഗിളും നിർണ്ണയിക്കുന്നത് പോലെയല്ല നമ്മുടെ രാജ്യത്ത് ഭരണം നടക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇപ്പോഴിതാ നിതിൻ ഗഡ്കരി അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്തായാലും എത്തനോൾ പെട്രോളുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം നടക്കുന്ന ചർച്ചകൾക്കിടയിൽ കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരി കർശന നടപടി സ്വീകരിച്ചു. ഈ നയത്തിൽ നിന്ന് താനും കുടുംബവും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്നുവെന്ന് തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ച ഡീപ് ഫേക്കും വ്യാജ ഓൺലൈൻ ഉള്ളടക്കവും ഉപയോഗിക്കുന്നു. ഈ വിഷയത്തിൽ മെറ്റ, ഗൂഗിൾ, എക്സ് എന്നിവയ്ക്കെതിരെയും മറ്റ് പ്ലാറ്റ്ഫോമുകൾക്കെതിരെയും കേസ് ഫയൽ ചെയ്യാൻ ബോംബെ ഹൈക്കോടതി നിതിൻ ഗഡ്കരിക്ക് അനുമതി നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ എത്തനോൾ മിശ്രിതം പരിപാടി ഈ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിൻ്റെ അധികാര പരിധിയിലാണ് വരുന്നതെന്നും നിതിൻ ഗഡ്കരിയുടെ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന് കീഴിലല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എത്തനോൾ മിശ്രിതം നടപ്പാക്കാനുള്ള തീരുമാനം മുഴുവൻ കേന്ദ്ര മന്ത്രിസഭയുമാണ് എടുത്തത്. ഗഡ്കരിയുടെ നാഗ്പൂർ ഓഫീസ് നേരത്തെ ഇത് വ്യക്തമാക്കിയിരുന്നു. പൊതുജനങ്ങൾ ഏതെങ്കിലും തീരുമാനത്തെക്കുറിച്ച് നിഷ്പക്ഷമായി ചർച്ച ചെയ്യുന്നതോ വിമർശിക്കുന്നതോ തടയുക എന്നതല്ല ഈ കേസിൻ്റെ ലക്ഷ്യമെന്നും മറിച്ച് വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതും അപകീർത്തിപരവുമായിട്ടുള്ള ഉള്ളടക്കം തടയുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്നും ഹർജിയിൽ ഊന്നി പറയുന്നു. ഇത് അവരുടെ വ്യക്തിത്വ അവകാശങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു. ഈ അപകീർത്തികരമായ ഉള്ളടക്കം ഓൺലൈനിൽ വ്യാപകമായി ലഭ്യമാണെന്ന് ഗഡ്കരിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ജസ്റ്റിസ് അഭയ് അഹൂജ കേസ് ഫയൽ ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.